എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 3 ഡയമെൻഷണൽ ജോമെട്രിയിലുള്ള പല ഷേപ്പുകളുടെ വോളിയം, സർഫസ് ഏരിയയും എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ക്യൂബ്, ക്യൂബോയിഡ്, സ്ഫിയർ, ഹെമിസ്ഫിയർ, സിലിണ്ടർ, കോൺ, പിരമിഡ് ഇവയുടെയൊക്കെ വോളിയം, സർഫസ് ഏരിയയും ഏതൊക്കെ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാമെന്നും ഓരോന്നിൻ്റെ എക്സാമ്പിളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യം ക്യൂബ് അഥവാ സമചതുര പെട്ടി എന്താണെന്ന് നോക്കാം. ക്യൂബിൻ്റെ എല്ലാ സൈഡുകളും ഈക്വൽ ആയിരിക്കും. ഒരു സൈഡ് എ ആണെങ്കിൽ ബാക്കിയുള്ള എല്ലാ സൈഡും എ ആയിരിക്കും. ഒരു സ്ക്വയറിൻ്റെ 4 സൈഡും ഈക്വൽ ആയിട്ടുള്ള ഒരു സ്ക്വയറിൻ്റെ 3 ഡയമെൻഷണൽ ഷേപ്പിന് പറയണതാണ് ക്യൂബ് എന്നുള്ളത്. ഇനി ക്യൂബിൻ്റെ വ്യാപ്തം അഥവാ വോളിയം എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. ഒരു ഒബ്ജക്റ്റിൻ്റെ അതിൻ്റെ ഉള്ളിലുള്ള ആകെ സ്പേസിനെയാണ് അതിൻ്റെ വോളിയം എന്ന് പറയുന്നത്. ഒരു സൈഡ് എ ആയിട്ടുള്ള ഒരു ക്യൂബിൻ്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ എ ക്യൂബാണ്. ഇനി സർഫസ് ഏരിയ അഥവാ ഉപരിതല വിസ്തീർണം എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. സർഫസ് ഏരിയ എന്ന് പറയുന്നത് ഇതിൻ്റെ ചുറ്റുമുള്ള ഏരിയ. അതായത് ഇതിന് 6 ഫേസസ് ആണുള്ളത്. ഓരോ ഫേസും ഓരോ സ്ക്വയറുകളായിരിക്കും. സ്ക്വയറിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എ സ്ക്വയർ ആണ്. അപ്പോൾ ഇതിൽ 6 ഫേസ് ഉണ്ട്. അപ്പോൾ 6 എ സ്ക്വയർ. അപ്പോൾ സർഫസ് ഏരിയ 6 എ സ്ക്വയർ. ഇനി ലാറ്ററൽ സർഫസ് ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് ഈ സൈഡിലുള്ള 4 ഫേസുകളുടെയും ടോട്ടൽ ഏരിയ എന്ന് പറയുന്നതാണ് ലാറ്ററൽ സർഫസ് ഏരിയ. അപ്പം 4 സ്ക്വയർ ഉണ്ട്. അപ്പോൾ 4 സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 4 എ സ്ക്വയർ. ഇനി ഡയഗണൽ അഥവാ വികർണം കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് a√3 ആണ്. ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു സൈഡ് 3 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള ഒരു ക്യൂബിൻ്റെ വോളിയം എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എ ക്യൂബ്. അപ്പോൾ ഒരു സൈഡ് എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ ഇക്വേഷനിൽ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ 3 ക്യൂബ്. അപ്പോൾ ആൻസർ 27 സെൻറ്റിമീറ്റർ ക്യൂബ് എന്നാണ് വോളിയം അഥവാ 27 ഘന സെൻറ്റിമീറ്റർ. ഇനി ഇത് ക്യൂബിൻ്റെ തന്നെ സർഫസ് ഏരിയ കണ്ടുപിടിക്കാം. സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 6 എ സ്ക്വയർ. അപ്പോൾ നമുക്കറിയാം എയുടെ വാല്യൂ 3 ആണ്. അപ്പോൾ 6 × 3 സ്ക്വയർ. ഇനി 3 സ്ക്വയർ എന്ന് പറയുന്നത് 9 ആണ്. അപ്പോൾ 6 × 9 ആൻസർ 54 സെൻറ്റിമീറ്റർ സ്ക്വയർ അഥവാ 54 ചതുരശ്ര സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് ഇതിൻ്റെ തന്നെ ലാറ്ററൽ സർഫസ് ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ലാറ്ററൽ സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷനാണ് 4 എ സ്ക്വയർ. എയുടെ വാല്യൂ 3 നമുക്ക് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. 4 × 3 സ്ക്വയർ. അപ്പോൾ 4 × 9 ആൻസർ 36 സെൻറ്റിമീറ്റർ സ്ക്വയർ അഥവാ 36 ചതുരശ്ര സെൻറ്റിമീറ്റർ. ഇനി ഈ ക്യൂബിൻ്റെ ഡയഗണലും കൂടി എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഡയഗണൽ കാണാനുള്ള ഇക്വേഷൻ a√3 3 സെൻറ്റിമീറ്റർ ഇൻറ്റു √3. √3യുടെ വാല്യൂ 1.73 ആണ്. നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം. 3 × 1.73. അപ്പോൾ ആൻസർ 5.19 സെൻറ്റിമീറ്റർ. അടുത്തത് ക്യൂബോയിഡ് അഥവാ ചതുരപ്പെട്ടി നോക്കാം. ക്യൂബോയിഡ് എന്ന് പറയുന്നത് ഒരു റെക്റ്റാങ്കിളിൻ്റെ 3 ഡയമെൻഷണൽ ഷേപ്പിന് പറയുന്നതാണ് ക്യൂബോയിഡ്. ഇനി ക്യൂബോയിഡിൻ്റെ വോളിയം കാണാനുള്ളത് ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. നമുക്കറിയാം ഇവിടുത്തെ ബേസ് എന്ന് പറയുന്നത് ഒരു റെക്റ്റാങ്കിളാണ്. അതിൻ്റെ ലെങ്ത്ത് എല്ലും ബ്രെഡ്ത്ത് ബിയും ആണ്. ഈ ബേസ് ഏരിയ എന്ന് പറയുന്നത് L × B. ഇനി ഹൈറ്റ് H. അപ്പോൾ വോളിയം കാണാനുള്ള ഇക്വേഷൻ ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം. ഇനി ക്യൂബോയിഡിൻ്റെ സർഫസ് ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഇതിന് 6 ഫേസ് ആണുള്ളത്. ഈ 6 ഫേസുകളുടെയും ടോട്ടൽ ഏരിയ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സർഫസ് ഏരിയ കിട്ടും. ഇതിൻ്റെ ഫ്രണ്ട് ഫേസിൻ്റെ ഏരിയ എന്ന് പറയുന്നത് L × H ആണ്. ഇനി ഈ സൈഡിലുള്ള ഫേസിൻ്റെ ഏരിയ B × H ആണ്. അതേപോലെ ടോപ്പിലുള്ള ഫേസിൻ്റെ ഏരിയ L × B ആണ്. ഇതിൻ്റെയൊക്കെ ഓപ്പോസിറ്റ് ഫേസുകളുടെയും സെയിം തന്നെയായിരിക്കും ഏരിയ. അപ്പോൾ നമുക്കിതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ 2 × LH + BH + LB എന്നാണ്. അടുത്തത് ലാറ്ററൽ സർഫസ് ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത്
4 സൈഡുകളിലുമുള്ള ഫേസുകളുടെ ഏരിയ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ലാറ്ററൽ സർഫസ് ഏരിയ. ഇതിൽ ഈ ഫേസിൻ്റെ ഏരിയ എന്ന് പറയണത് L/H. ഇനി ഈ ഫേസിൻ്റെ ഏരിയ B/H ആണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി ഇതിൽ രണ്ടിലും H കോമൺ ആണ്. അപ്പോൾ നമുക്ക് Hനെ പുറത്തേക്ക് എടുക്കാം. L+B/H. അപ്പോൾ ഇതാണ് ലാറ്ററൽ സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ. 2 × L+B/H. ക്യൂബോയിഡിൻ്റെ ഡയഗണൽ അഥവാ വികരണം കാണാനുള്ള ഇക്വേഷൻ √L² + B² + H² എന്നാണ്. നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ലെങ്ത്ത് 5 സെൻറ്റിമീറ്ററും ബ്രെഡ്ത്ത് 4 സെൻറ്റിമീറ്ററും ഹൈറ്റ് 3 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള ഒരു ക്യൂബോയിഡിൻ്റെ വോളിയം എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ LBH. അപ്പോൾ ഇക്വേഷനിൽ വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോൾ 5 × 4 × 3. ഇപ്പോൾ ആൻസർ 60 സെൻറ്റിമീറ്റർ ക്യൂബ് അഥവാ ഘന സെൻറ്റിമീറ്റർ. ഈ ക്യൂബോയിഡിൻ്റെ സർഫസ് ഏരിയ കണ്ടുപിടിക്കാം. സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 2 × LH + BH + LB. അപ്പോൾ ഇക്വേഷനിൽ വാല്യൂസ് ഇട്ട് കൊടുക്കാം. 2 × 5 × 3 + 4 × 3 + 5 × 4. അപ്പോൾ ആൻസർ 94 സെൻറ്റിമീറ്റർ സ്ക്വയർ അഥവാ 94 ചതുരശ്ര സെൻറ്റിമീറ്റർ. പിന്നെ ലാറ്ററൽ സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ 2 × L+B/H. L എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ, B 4 സെൻറ്റിമീറ്റർ, H 3 സെൻറ്റിമീറ്റർ. അപ്പോൾ 2 × 9 × 3. അപ്പോൾ ആൻസർ 54 സെൻറ്റിമീറ്റർ സ്ക്വയർ അഥവാ 54 ചതുരശ്ര സെൻറ്റിമീറ്റർ. ഈ ക്യൂബോയിഡിൻ്റെ ഡയഗണൽ അഥവാ വികരണം കണ്ടുപിടിക്കാം. ഡയഗണൽ കാണാനുള്ള ഇക്വേഷൻ √L² + B² + H². വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോൾ √5² + 4² + 3². അപ്പോൾ 5² 25, 4² 16, 3² 9. ഇപ്പോൾ √50 വരും. √50 7.07 സെൻറ്റിമീറ്റർ. അടുത്തതാണ് സ്ഫിയർ അഥവാ ഗോളം. സ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സർക്കിളിൻ്റെ 3 ഡയമെൻഷണൽ ഫോം, അതായത് 6 റേഡിയസ് ആയിട്ടുള്ള ഒരു ബോൾ. ഇതിൽ 6 അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വോളിയം അതേപോലെ സർഫസ് ഏരിയയും കണ്ടുപിടിക്കാം. വോളിയം കാണാനുള്ള ഇക്വേഷനാണ് 4/3 πr³. സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ 4 πr². ഇതിലെ പൈയുടെ വാല്യൂ 3.14 ആണ് ഏകദേശം. ഇനി സ്ഫിയറിൻ്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. റേഡിയസ് 5 മീറ്റർ ആയിട്ടുള്ള ഒരു സ്ഫിയറിൻ്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ 4/3 πr³. അതിൽ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ 4/3, പൈയുടെ വാല്യൂ ഏകദേശം 3.14, r എന്ന് പറയുന്നത് 5³ അപ്പോൾ 4/3 × 3.14, 5³ 125. ആൻസർ 523.3 m³ അഥവാ ഘനമീറ്റർ. ഇനി ഇതേ സ്ഫിയറിൻ്റെ തന്നെ സർഫസ് ഏരിയ കണ്ടുപിടിക്കാം. സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 4 πr². ഇപ്പോൾ ആറിൻ്റെ വാല്യൂ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. 4 × പൈയുടെ വാല്യൂ ഏകദേശം 3.14, r എന്ന് പറയുന്നത് 5 മീറ്റർ. അപ്പോൾ 5², 4 × 3.14 × 5² 25. അപ്പോൾ ആൻസർ 314 m² അഥവാ ചതുരശ്ര മീറ്റർ. അടുത്തത് ഹെമിസ്ഫിയർ അഥവാ അർദ്ധഗോളം നോക്കാം. ഹെമിസ്ഫിയർ എന്ന് പറയുന്നത് നമ്മുടെ സ്ഫിയറിനെ നേരെ പകുതിയായിട്ട് കട്ട് ചെയ്താൽ കിട്ടുന്ന ഷേപ്പാണ്. ഹെമിസ്ഫിയറിൻ്റെ വോളിയം എന്ന് പറയുന്നത് സ്ഫിയറിൻ്റെ പകുതിയായിരിക്കും. സ്ഫിയറിൻ്റെ വോളിയത്തിൻ്റെ പകുതിയാവുക. നമുക്കറിയാം സ്ഫിയറിൻ്റെ വോളിയം എന്ന് പറയുന്നത് 4/3 πr³. അപ്പോൾ അതിൻ്റെ ഹാഫ് 2/3 πr³. അടുത്തത് ഹെമിസ്ഫിയറിൻ്റെ സർഫസ് ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഈ ഒരു ഭാഗത്തെ ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ സ്ഫിയറിൻ്റെ ഹാഫാണ്. സ്ഫിയറിൻ്റെ ഏരിയയുടെ ഹാഫാണ്.
നമുക്കറിയാം സ്ഫിയറിൻ്റെ ഏരിയ 4πr². അപ്പോൾ 2πr² ആയിരിക്കും ആ ഭാഗത്തെ ഏരിയ. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തെ ഏരിയയും കൂടി എക്സ്ട്രാ കണ്ടുപിടിക്കണം. ഇതൊരു സർക്കിൾ ഷേപ്പായിരിക്കും. അപ്പോൾ അതിൻ്റെ ഏരിയ πr². അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 3πr². അപ്പോൾ ഹെമിസ്ഫിയറിൻ്റെ സർഫസ് ഏരിയ 3πr². ഇനി ഒരു എക്സാമ്പിൾ നോക്കാം. റേഡിയസ് 7 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള ഒരു ഹെമിസ്ഫിയറിൻ്റെ വോളിയം കണ്ടുപിടിക്കാം. ഇതിൻ്റെ വാല്യൂ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ 2/3 പൈ ഇൻറ്റു 7³ 2/3 പൈയുടെ വാല്യൂ ഏകദേശം 3.14 ഇൻറ്റു 343. അപ്പോൾ ആൻസർ 718.01 cm³ കിട്ടും. ഇനി ഇതേ ഹെമിസ്ഫിയറിൻ്റെ സർഫസ് ഏരിയ കണ്ടുപിടിക്കാം. സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 3πr². അതിൽ പൈയുടെ വാല്യൂ ഇട്ട് കൊടുക്കാം. 3.14 7 സെൻറ്റിമീറ്റർ. 7². ഇനി 3 ഇൻറ്റു 3.14 7² 49. അപ്പോൾ ആൻസർ 461.58 cm². ഇനി ഹെമിസ്ഫിയറിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ കൂടി നോക്കാം. കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം. ഇതിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷനാണ് 2πr². അതായത് 2 ഇൻറ്റു പൈയുടെ വാല്യൂ 3.14 ഇൻറ്റു 7². അപ്പോൾ 2 ഇൻറ്റു 3.14 ഇൻറ്റു 49. അപ്പോൾ ആൻസർ 307.72 cm² എന്ന് കിട്ടും. അടുത്ത ഷേപ്പാണ് സിലിണ്ടർ അഥവാ വൃത്തസ്തംഭം. സിലിണ്ടറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെയുള്ള സർക്കിള് അതേപോലെ മേലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് തന്നെയായിരിക്കും സിലിണ്ടർ. അതായത് മേലത്തെ സർക്കിളും താഴത്തെ സർക്കിളിൻ്റെയും റേഡിയസ് ഈക്വൽ ആയിരിക്കും. ഇനി ഇതിൻ്റെ വോളിയം കാണാനുള്ള ഇക്വേഷനാണ് πr² ഇൻറ്റു h. അതായത് ഇതിൻ്റെ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. ഇനി സിലിണ്ടറിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ അഥവാ വക്രമുഖ വിസ്തീർണം എങ്ങനെ കാണാൻ നോക്കാം. ഈ ഒരു ഭാഗം ഇതിനെയാണ് കർവ്ഡ് സർഫസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഏരിയ കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ താഴെയുള്ള സർക്കിളിൻ്റെ സർക്കംഫറൻസ് അഥവാ ചുറ്റളവ് അതിൻ്റെ കൂടെ ഹൈറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. അതായത് 2πr/h. 2πr എന്ന് പറയുന്നത് ഇതിൻ്റെ സർക്കംഫറൻസ് ഈ സർക്കിളിൻ്റെ. അതിൻ്റെ കൂടെ ഹൈറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഏരിയ കിട്ടും. ഇനി ഈ സിലിണ്ടറിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാം. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് ഈ താഴത്തെ ഏരിയയും സർക്കിളിൻ്റെ ഏരിയയും മേലത്തെ സർക്കിളിൻ്റെ ഏരിയയും പിന്നെ ഈ കർവ്ഡ് സർഫസ് അതിൻ്റെ ഏരിയയും കൂടി ആഡ് ചെയ്താൽ കിട്ടുന്നതാണ്. നമുക്കറിയാം ഈ താഴത്തെ ഭാഗത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് πr². മേലത്തെയും കൂടി ആഡ് ചെയ്യുമ്പോൾ 2πr². 2πr² പ്ലസ് കർവ്ഡ് സർഫസ് ഏരിയ 2πr/h. ഇനി ഇതിന്ന് രണ്ടിലും 2πr കോമൺ ഉണ്ട്. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ടുള്ള 2πrനെ പുറത്തേക്ക് എടുക്കാം. ഇനി r+h. അപ്പോൾ ഇതാണ് സിലിണ്ടറിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2πr ഇൻറ്റു r+h. ഇനി ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. റേഡിയസ് 4 സെൻറ്റിമീറ്ററും ഹൈറ്റ് 8 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള ഒരു സിലിണ്ടറിൻ്റെ വോളിയം കണ്ടുപിടിക്കാം. വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ πr²h. അപ്പോൾ അതിൽ വാല്യൂസ് ഇട്ട് കൊടുക്കാം. r 4 സെൻറ്റിമീറ്റർ, h 8 സെൻറ്റിമീറ്റർ. ഇനി 4² 16 ഇൻറ്റു 8 അപ്പോൾ 128 പൈ. ഇതിൽ പൈയുടെ വാല്യൂ 3.14 ഇട്ട് കൊടുക്കാം. 128 ഇൻറ്റു 3.14. അപ്പോൾ ആൻസർ 401.92 cm³. ഇനി ഇത് സിലിണ്ടറിൻ്റെ തന്നെ കർവ്ഡ് സർഫസ് ഏരിയ കണ്ടുപിടിക്കാം. കർവ്ഡ് സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ 2πr/h. ഇതിൽ 2 ഇൻറ്റു പൈ ഇൻറ്റു ആറിൻ്റെ വാല്യൂ 4 സെൻറ്റിമീറ്റർ, h 8 സെൻറ്റിമീറ്റർ. അപ്പം 64 പൈ എന്ന് വരും. പൈയുടെ വാല്യൂ ഇട്ട് കൊടുക്കാം. 64 ഇൻറ്റു 3.14. അപ്പോൾ ആൻസർ 200.96 cm².
ഇനി ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാം. ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 2πr² + 2πrh ആണ്. ഇതിൽ 2πrh എന്ന് പറയുന്നത് ഈ കർവ്ഡ് സർഫസ് ഏരിയ ആണ്. അത് നമ്മൾ മുന്നേ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി 2πr² എന്ന് പറയുന്നത് ടോപ്പിലും ബോട്ടത്തിലുള്ള സർക്കിളുകളുടെ ഏരിയ ആണ്. അതും ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ വാല്യൂ നമുക്ക് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ 100.48 പ്ലസ് ഈ 2πrhൻ്റെ വാല്യൂ 200.96. അപ്പോൾ നമുക്ക് ആൻസർ 301.44 സെൻറ്റിമീറ്റർ സ്ക്വയറിന് കിട്ടും. ഇനി ടോട്ടൽ സർഫസ് ഏരിയ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റൊരു ഇക്വേഷൻ കൂടി പഠിച്ചിട്ടുണ്ട്, 2πr × r+h. അതിൽ ഈ വാല്യൂസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും ഇതേ ആൻസർ തന്നെ ആയിരിക്കും കിട്ടുക. അടുത്ത ഷേപ്പാണ് കോൺ അഥവാ വൃത്തസ്തൂപിക. കോൺ എന്ന് പറയുന്നതിൻ്റെ ബോട്ടം ഒരു സർക്കിളായിരിക്കും. ഈ ബോട്ടത്തിൽ നിന്നും ഒരു പോയിന്റിലേക്ക് L ലെങ്ത്തിൽ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടാവും. അതിനെയാണ് കോൺ എന്ന് പറയുന്നത്. ഒരു കോണിൻ്റെ വോളിയം കാണാനുള്ള ഇക്വേഷനാണ് 1/3πr²h. നമുക്കറിയാം സിലിണ്ടറിൻ്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ πr²h ആണ്. അപ്പോൾ അതിൻ്റെ 1/3 ആയിരിക്കും കോണിൻ്റെ വോളിയം. ഈ ടോട്ടൽ സർഫസ് ഏരിയയുടെ ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് ഈ ബേസിലുള്ള സർക്കിളിൻ്റെ ഏരിയ പ്ലസ് ബാക്കിയുള്ള ഏരിയ, അതായത് ലാറ്ററലായിട്ടുള്ള ഭാഗത്തിൻ്റെ ഏരിയ. നമുക്കറിയാം ഈ സർക്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് πr² ആണ്. ബാക്കിയുള്ള ഈ ലാറ്ററൽ ഏരിയ എന്ന് പറയുന്നത് πrl ആണ്. ഇതിൽ L എന്ന് പറയുന്നത് ഈ ചെരിഞ്ഞിട്ടുള്ള ഈ ഭാഗത്തിൻ്റെ ലെങ്ത്താണ് L. ഇനി ചില കേസിൽ നമുക്ക് L തന്നിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ നമുക്ക് L കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇത് ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളായിട്ട് എടുക്കുക. അപ്പോൾ ഈ L എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണായിട്ട് വരും. അപ്പോൾ L കാണാനുള്ള ഇക്വേഷൻ L = √h² + r². r എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിൻ്റെ ബേസും h ഹൈറ്റുമായിട്ട് വരും. ഇനി ഒരു എക്സാമ്പിൾ നോക്കാം. റേഡിയസ് 5 സെൻറ്റിമീറ്ററും ഹൈറ്റ് 12 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള ഒരു കോണിൻ്റെ വോളിയം കണ്ടുപിടിക്കാം. വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 1/3πr²h. നമുക്ക് വാല്യൂസ് ഇട്ട് കൊടുക്കാം. πr 5² × h 12. ഇത് കട്ട് ചെയ്ത് പോവും 4. അപ്പോൾ ആൻസർ 100π എന്ന് വരും. നമ്മുടെ പൈയുടെ വാല്യൂ 3.14 ഇതിലിട്ട് കൊടുക്കുമ്പോൾ ആൻസർ 314 cm3. ഇനി ഈ കോണിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാം. ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ πr² + πrl. ഇതിൽ L നമുക്കറിയില്ല, പക്ഷേ നമുക്ക് L കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാം, √h² + r². ഇത് വെച്ചിട്ട് നമ്മൾ Lൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട് 13 സെൻറ്റിമീറ്റർ. അത് നമുക്കിതിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ r എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ പ്ലസ് π × 5 × L 13 സെൻറ്റിമീറ്റർ. ഇത് 25π + 65π. അപ്പോൾ നമുക്ക് ആൻസർ 90π കിട്ടും. പൈയുടെ വാല്യൂ നമ്മൾ 3.14 ഇതിലിട്ട് കൊടുക്കാം. അപ്പോൾ 90 × 3.14 ആൻസർ 282.6 സെൻറ്റിമീറ്റർ സ്ക്വയറിന്. ഇനി ലാസ്റ്റായി നോക്കാൻ പോകുന്ന ഷേപ്പാണ് സ്ക്വയർ പിരമിഡ് അഥവാ സമചതുര സ്തൂപിക. ഈ സ്ക്വയർ പിരമിഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബേസ് സ്ക്വയർ ആയിരിക്കും. എല്ലാ സ്തൂപികകളുടെയും വോളിയം കാണാനുള്ള ഇക്വേഷനാണ് 1/3 × ബേസ് ഏരിയ × ഹൈറ്റ്. ഇവിടെ ബേസ് ഏരിയ എന്ന് പറയുന്നത് a² ആണ്. അപ്പോൾ വോളിയം 1/3 a²h. ഇനി ടോട്ടൽ സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷനാണ് a² + ½ 4a × L. ഇവിടെ ഇത് കട്ട് ചെയ്ത് കളയാം, 2 എന്ന് എഴുതാം. അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് a² + 2al ആണ്. ഇതിൽ ഈ 2al എന്ന് പറയുന്നത് ലാറ്ററൽ സർഫസ് ഏരിയ ആണ്. ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ 4 സൈഡിലുള്ള ട്രയാങ്കിൾസിൻ്റെ ഏരിയ ആണ് ലാറ്ററൽ സർഫസ് ഏരിയ. ഈ വോളിയം സർഫസ് ഏരിയ ഒക്കെ കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻസിൽ ചിലപ്പോൾ എച്ചും എല്ലിൻ്റെയും വാല്യൂ ഒന്നും നേരിട്ട് തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്കത് വേറെ ഇക്വേഷൻസ് വെച്ച്
കണ്ടുപിടിക്കണം. നമുക്ക് നോക്കി നോക്കാം എങ്ങനെ ചെയ്യാമെന്ന്. പിരമിഡിൽ ഇങ്ങനെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഈ പിരമിഡിൻ്റെ ടോപ്പിൽ നിന്നും ഇതിൻ്റെ ബേസിലുള്ള റെക്റ്റാങ്കിളിൻ്റെ മിഡ് പോയിൻറ്റേക്ക് വരയ്ക്കുന്നതാണ് ഇതിൻ്റെ ഹൈറ്റ്. ഇത് ഈ പിരമിഡിൻ്റെ ഉൾഭാഗത്തായിരിക്കും. ഇനി ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് A/2 ആയിരിക്കും. ഇതിൻ്റെ ഹൈപ്പോട്ടനസ് അഥവാ കർണം ആണ് L. ഇത് ഈ പിരമിഡിൻ്റെ ടോപ്പിൽ നിന്നും ഈ സൈഡിലുള്ള ട്രയാങ്കിളിൻ്റെ സർഫസിലൂടെ താഴോട്ട് വരയ്ക്കുന്ന ലൈനാണ്. ഈ ട്രയാങ്കിളിൽ നിന്ന് L കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എഴുതാം. L² = H² + A/2². ഇവിടെ വരച്ചേക്കുന്നത് സ്ക്വയർ പിരമിഡ് നിവർത്തി വെച്ചിട്ടുള്ളതാണ്. ഇതിൽ ഈ ലെങ്ത്ത് L ആണ്, ഇത് A/2. ഇതിന് നമുക്ക് E എന്ന് കൊടുക്കാം. അപ്പോൾ ഈ ട്രയാങ്കിള് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. ഇത് 90 ഡിഗ്രി. നമുക്കറിയാം ഇതിൽ E² = L² + A/2². ഇനി ഇങ്ങനെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഹൈറ്റ് H ആയിരിക്കും. ബേസ് എന്ന് പറയുന്നത് ഈ താഴെയുള്ള റെക്റ്റാങ്കിളിൻ്റെ ഡയഗണലിൻ്റെ ഹാഫ് ആയിരിക്കും, D/2. ഇനി ഇതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് E ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എഴുതാം. സ്ക്വയർ = H² + D/2². അപ്പോൾ ഇതാണ് പിരമിഡിൻ്റെ വോളിയം സർഫസ് ഏരിയയും കാണാനുള്ള ഇക്വേഷൻസ്. ഇനി ഇതിലേതെങ്കിലും വാല്യൂസ് തന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻസ് ഉപയോഗിച്ച് വാല്യൂസ് കണ്ടുപിടിക്കാം. പിന്നെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, L എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിൻ്റെ സൈഡിലുള്ള ട്രയാങ്കിളിൻ്റെ സർഫസിൻ്റെ സെൻറ്ററിലൂടെയുള്ള ലെങ്ത്താണ് L എന്ന് പറയുന്നത്. E എന്ന് പറയുന്നത് ഈ എഡ്ജിലുള്ള ലൈനാണ് E. ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ബേസ് ലെങ്ത്ത് 8 സെൻറ്റിമീറ്ററും ഹൈറ്റ് 12 സെൻറ്റിമീറ്ററുള്ള ഒരു സ്ക്വയർ പിരമിഡിൻ്റെ വോളിയം എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 1/3 A²H. അപ്പോൾ ഇതിൽ വാല്യൂസ് ഇട്ട് കൊടുക്കാം. 1/3 Aയുടെ വാല്യൂ 8 സെൻറ്റിമീറ്റർ, H 12 സെൻറ്റിമീറ്റർ. അപ്പോൾ 1/3 64 × 12. ഇത് കട്ട് ചെയ്ത് പോവും 4. അപ്പോൾ ആൻസർ 256 cm3. ഇനി ഒരു എക്സാമ്പിൾ കൊണ്ട് നോക്കാം. ബേസ് ലെങ്ത്ത് 6 സെൻറ്റിമീറ്ററും L 5 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള ഒരു സ്ക്വയർ പിരമിഡിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാം. ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് A² + 2AL. ഇതിൽ വാല്യൂസ് ഇട്ട് കൊടുക്കാം. A 6 സെൻറ്റിമീറ്റർ. അപ്പോൾ 2 × A എന്ന് പറയുന്നത് 6, L 5 സെൻറ്റിമീറ്റർ 36 + 60. ഇതിൽ A² എന്ന് പറയുന്നത് ബേസ് ഏരിയ ആണ്. അപ്പോൾ ബേസ് ഏരിയ 36. ഇനി ലാറ്ററൽ സർഫസ് ഏരിയ ആണ് 2AL. അപ്പോൾ ഇതാണ് ലാറ്ററൽ സർഫസ് ഏരിയ 60 cm². രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ കിട്ടും, അതായത് 96 cm². അപ്പോൾ ഇതൊക്കെയാണ് 3 ഡയമെൻഷണൽ ജിയോമെട്രിയുടെ വോളിയം സർഫസ് ഏരിയയും കണ്ടുപിടിക്കാനുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. വീഡിയോ എല്ലാവർക്കും ഹെൽപ്പായെന്ന് വിചാരിക്കുന്നു.